ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ സമയത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും ആകെ പരിഭ്രാന്തരാവാറുണ്ട്. നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട് എന്തിനാണ് എന്നെ ഇതിൽ കൂടെ കടത്തി വിടണേ എന്നുള്ളത്. എന്നാൽ നമ്മളൊക്കെ കാണുന്നതിനേക്കാളും കേൾക്കുന്നതിനേക്കാളും അനുഭവിച്ചതിനേക്കാളും ഏറ്റവും ദുരന്തത്തിൽ കൂടെ കടന്നുപോയ ഒരാളാണ് വിക്ടർ ഫ്രാങ്ക്ൽ. അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പണ്ടത്തെ നാസി ക്യാമ്പിലെ സർവൈവർ ആയിരുന്നു. ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിൽ നാസികളെ എടുത്ത് തടവറയിലാക്കി അവരെ ഒരു അതിക്രൂരമായി പീഡിപ്പിച്ച് മാതാപിതാക്കളെയും ഫാമിലിനെ എല്ലാം കൊന്നൊടുക്കി. അങ്ങനെ ഒരു സമയത്തിൽ കൂടെ ഏറ്റവും ദുരന്തത്തിൽ മനുഷ്യൻ അറിഞ്ഞിടത്തോളം എഴുതിയ കഥകളിലെ ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള ജീവിതം ജീവിച്ച ആളാണ് വിക്ടർ ഫ്രാങ്ക്ൽ. വിക്ടർ ഫ്രാങ്ക്ൽ എഴുതിയൊരു പുസ്തകമുണ്ട്, മാൻസ് സെർച്ച് ഫോർ മീനിങ്. ഈ പുസ്തകം എൻ്റെ ജീവിതം മാറ്റിമറിച്ചതിൽ ഈ പുസ്തകത്തിൻ്റെ പങ്ക് വളരെ വളരെ വലുതാണ്. ഞാനും ഇങ്ങനെ ഒത്തിരി പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ജോലി നമുക്ക് വേണ്ടാന്ന് തോന്നുന്നു, വേറെ ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നുന്നു, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം അതിനേക്കാളും ഒത്തിരി പ്രതിസന്ധികളായിട്ടുള്ള സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത്. അപ്പോൾ വിക്ടർ ഫ്രാങ്ക്ൽ പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യൻ എത്ര ദുരന്തത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണെങ്കിലും മനുഷ്യനെ അതിൻ്റെ അർത്ഥം കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ പറ്റും. ഇദ്ദേഹം ഈ നാസി ക്യാമ്പുകളിൽ ജീവിക്കുമ്പോൾ അത്രയും ദുരിതവും പട്ടിണിയും പരിവാരവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന സമയത്താണെങ്കിലും അത്രയും ക്രൂരത നിലനിൽക്കുന്ന സമയത്താണെങ്കിലും ചില മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. അവസാനം കിട്ടണ ഒരു പീസ് ഓഫ് ബ്രെഡാണ് കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഒരു പകുതി മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാവുന്ന തരത്തിലുള്ള നല്ല നന്മകൾ ഉള്ള മനുഷ്യന്മാരെ അദ്ദേഹം അവിടെ കണ്ടു എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് മനുഷ്യൻ എപ്പോഴും അത്തരം തീവ്രമായ ദുരന്തത്തിലാണെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ പറ്റുമെന്ന്. പണ്ടത്തെ അതുവരെ ഉണ്ടായിരുന്ന സൈക്കോളജിസ്റ്റുകളും ഇത്തരം കാര്യങ്ങളിൽ റിസർച്ച് ചെയ്യണ വിധത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ജീവിക്കുന്നത് ഒരു പ്ലഷറിന് വേണ്ടിയിട്ടാണ്, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അഡ്ലർ എന്ന് പറയുന്ന വേറൊരു സൈക്യാട്രിസ്റ്റ്, ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ജീവിതം നമുക്ക് അധികാരത്തിനും ആ പവറിനും വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിക്ടർ ഫ്രാങ്ക്ൽ പറഞ്ഞത് നമ്മുടെ ജീവിതം ഇതിനൊന്നുമല്ല, നമ്മുടെ ജീവിതം അർത്ഥം കണ്ടെത്താനുള്ള ഒരു യാത്രയാണ്. അതായത് വി ആർ ലുക്കിംഗ് ഫോർ എ പർപ്പസ്, അല്ലെങ്കിൽ ഒരു മീനിങ് ഓഫ് അവർ ലൈഫ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യായിക്കോട്ടെ, നമ്മൾ മറ്റുള്ള സാഹചര്യങ്ങളെ കൊണ്ട് സ്ട്രഗിൾ ചെയ്യായിക്കോട്ടെ, ജീവിതം നമ്മളോട് ചോദിക്കുകയല്ല നീ എന്താണ് നിന്റെ മീനിങ് എന്നത്. നമ്മൾ ജീവിതത്തോട് ചോദിക്കുകയാണ് എന്തിനാണ് ഇപ്പൊ എന്നെ ഇതിൽ കൂടെ കടത്തി വിടണേ എന്നുള്ളത്. അങ്ങനെയുള്ള കോൺവെർസേഷനിൽ കൂടെ നമുക്ക് നമ്മുടെ ലൈഫിന്റെ അർത്ഥം കണ്ടെത്താൻ പറ്റുന്ന വിക്ടർ ഫ്രാങ്ക്ൽ പറയുന്നത് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. അതായത് നമുക്കൊരു സ്റ്റിമുലസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യും. അതായത് നമുക്കൊരു ഇവന്റ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ അതിനോട് പ്രതികരിക്കും. എന്നാൽ ഈ ഇഫക്റ്റ്, അതായത് ഈ സംഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടായി നമ്മൾ പ്രതികരിക്കേണ്ടതിൻ്റെയും ഇടയിൽ ഒരു സമയമുണ്ട്. ആ സമയത്തിലാണ് നമ്മുടെ ഗ്രോത്തും, ആ സമയത്തിലാണ് നമ്മുടെ ഫ്യൂച്ചറും, ആ സമയത്തിലാണ് നമ്മുടെ മീനിങ്ങും പർപ്പസും എല്ലാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമുക്കൊരു ഒരു റിയാക്ഷൻ, ഒരു ആക്ഷൻ നമ്മുടെ മേലുണ്ടായി, നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പുള്ള ഒരു ചെറിയൊരു സമയമുണ്ടല്ലോ, ആ സമയത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഞാൻ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യേണ്ടതിലേക്ക് കടന്ന് തുടങ്ങിയ സമയത്ത് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരുമായിരുന്നു. പക്ഷേ ആ കാലക്രമേണ ഞാൻ ഈ പുസ്തകം വായിച്ച അത്തരം കാലഘട്ടങ്ങളിലായിരുന്നു നമുക്ക് ഈ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിന് ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ആ പ്രശ്നത്തിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഒരു പ്രതികരണം ചിലപ്പോൾ നമ്മുടെ ലൈഫിന്റെ ഡയറക്ഷനെ മാറ്റി തരുമായിരുന്നു. അപ്പോൾ അത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു പുസ്തകമാണ് ഈ വിക്ടർ ഫ്രാങ്ക്ലിന്റെ പുസ്തകം. സമയം കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. കുറച്ചൊരു പഴയ സ്റ്റൈൽ റൈറ്റിംഗ് ആണ്, പക്ഷെ എങ്കിലും ഇത് നമുക്ക് നമ്മുടെ എല്ലാ ആസ്പെക്റ്റിലും നമുക്ക് അതിൻ്റെ അത് നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാ ആംഗിൾ ഓഫ് ലൈഫിലും നമുക്കത് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫൈനാൻഷ്യലി ആണെങ്കിൽ ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഓൺട്രപ്രണർ ജേണി അല്ലെങ്കിൽ ബിസിനസ് ജേണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പർപ്പസ് ഉണ്ട്. ഇപ്പം ഇദ്ദേഹം പറയുന്ന പോലെ നമുക്ക് പൈസ എന്ന് പറയുന്ന ഒരു മാറ്ററിന് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് അത്രയും
ഹാപ്പിനെസ് കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു മീനിങ് ഉണ്ടെങ്കിൽ, അത് ഇത്തിരി കൂടി അർത്ഥവത്താണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി സക്സസ് ആസ്വദിക്കാനും സക്സസിനെ എൻജോയ് ചെയ്യാനും പറ്റും. ആ ഒരു ജേണീനെ എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്കതൊരു മീനിങ് ഉണ്ടാവണം. ഇപ്പോൾ പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവിടെ എത്തുണ്ടാവില്ലായിരിക്കും. പക്ഷേ നമുക്കതിനൊരു മീനിങ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഓൺട്രപ്രണർ ആവാനാണ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ഇത്രയും ലൈഫ് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അതാണ് അതിൻ്റെ മീനിങ്. അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരുടെ ജീവിതം നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക്, അല്ലെങ്കിൽ എന്നുള്ള പർപ്പസോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആവും. അതുകൊണ്ട് ഈ ബുക്ക് പറ്റുവാണെങ്കിൽ വായിക്കുക. ഇത്തരം ബുക്കുകളുടെ ഒത്തിരി റിവ്യൂസ് ഞങ്ങളുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. നമുക്ക് ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് വളരാം. ഒറ്റ ഒരു കാര്യം കൂടി, ദർ ഷുഡ് ബി എ മീനിങ് ബിഹൈൻഡ് ഇറ്റ്. ഇപ്പം ഞങ്ങളെ ഫോളോ ചെയ്യണതാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിൻ്റെ ഇടയ്ക്ക്, ഓരോ ആക്ഷനിൻ്റെയും ഇടയ്ക്ക് നിങ്ങൾക്കൊരു മീനിങ് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ലൈഫ് സക്സസ്ഫുൾ ആവും. യു വിൽ ഗ്രോ ആൻഡ് ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ലൈഫ്.